നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ സിറ്റി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പരിധികളായി നടത്തിയ 37 റെയ്ഡുകളിൽ നിന്നും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 9 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മണ്ണുത്തിയിൽ നിന്നും 240 ഗ്രാം MDMA-യുമായി ഒരാൾ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പിടിയിൽ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് 6/3/2026 വെള്ളിയാഴ്ച രാവിലെ 10:30 അവതരിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് വാഹനവും യൂണിഫോമും കൈമാറി. വാർത്തകൾ വിശദമായി. വനിതാ ദിനാചരണം നടത്തി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ചെമ്മാപ്പള്ളി ALP-AS സ്കൂളിൽ 28 വർഷത്തെ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന EG ലിജി ടീച്ചറെ സ്കൂളിലെത്തി അനുമോദിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷ പ്രസിഡന്റ് MB സജീവൻ ലിജി ടീച്ചറെ ഷാൾ അണിയിച്ചും മൊമന്റോ നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ, പോൾ പുലിക്കോട്ടിൽ, ഷീജ ജോഷി എന്നിവർ പ്രസംഗിച്ചു. സക്കീന റസാഖ്, വില്ലി പട്ടത്താനം, സക്കീർ ചെമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. പ്രകടനം കാഴ്ചവെക്കുന്നവരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എല്ലാ മേഖലയും കലാ കായിക സാഹിത്യ മേഖലയിലൊക്കെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരെ ആദരിക്കുകയും അവർക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ഒരു ആശാവർക്കർമാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആദരിക്കുന്ന ഒരു കവിയരങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വാർഷികാഘോഷം കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ലോക വനിതാ ദിനം തുടങ്ങി ഒരുപാട് ദിനങ്ങൾ നമുക്ക് നമ്മുടെ പുതുതലമുറയെ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഓർമ്മ ദിനത്തിലെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഗ്രഹിക്കാനുള്ളൊരു ദിവസങ്ങളെ ആചരിക്കുന്ന അതിനൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഓരോ വർഷവും പരിപാടി നടത്തി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലിജി ടീച്ചറെ നമ്മളിവിടെ അനുമോദിക്കുന്നതെന്ന് ഈ വനിതാ ദിനത്തിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് വാഹനവും യൂണിഫോമും കൈമാറി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനയ്ക്ക് സ്വന്തമായി വാഹനവും യൂണിഫോമും വിതരണം ചെയ്തു. വാർഷിക പദ്ധതി പ്രകാരം 70,07,000 രൂപ വകയിരുത്തിയാണ് വാഹനം നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ J, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ES ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വാഹനങ്ങളുടെ താക്കോലും യൂണിഫോമും കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, TC ഉണ്ണികൃഷ്ണൻ, KK സന്തോഷ് എന്നിവർ സംസാരിച്ചു. VEO ദീപേന്ദു MD, HI റീജ KR, പ്രേരക് സിന്ധു AS, CDS ചെയർപേഴ്സൺ രഞ്ജി രഞ്ജൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വണ്ടി കൈമാറ്റം കൂടിയാണ് നടക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് തലത്തിൽ മാലിന്യങ്ങളെ വേർതിരിച്ചു കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു പഞ്ചായത്തിൻ്റെ കടമയാണ്. അവർക്ക് വേണ്ട യൂണിഫോം ആയാലും, അതുപോലെ തന്നെ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലത്ത് നടക്കുമ്പോൾ ബൂട്ട്, മാസ്ക്, തൊപ്പി, റെയിൻകോട്ട്, ഗ്ലൗസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ മാലിന്യങ്ങൾ അവിടെ ഇവിടെയും നിറച്ച് വെക്കാതെ നമ്മൾ അതാത് സമയത്ത് ഈ വണ്ടിയിൽ നമുക്കിവിടെ MCF-ൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
ഈ 7,07,000 രൂപയാണ് നമുക്ക് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തുടങ്ങി വെച്ചതാണ്. അത് ഇപ്പോഴാണ് നമുക്ക് കിട്ടി നിങ്ങൾക്ക് കൈമാറി തരുന്നത്. ഇനി ഈ ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഡ്രൈവറെ കണ്ടെത്തി ആ ഡ്രൈവർ എന്നും നിങ്ങളോട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് 6/3/2026 വെള്ളിയാഴ്ച രാവിലെ 10:30 അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി.കെ. മോഹനൻ മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക ബജറ്റ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗേളി ഷാജി ബജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ പഞ്ചായത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായ ലൈഫ് ഭവന പദ്ധതിക്കായി 3 കോടിയും മാലിന്യ നിർമ്മാർജ്ജനത്തിന് 1 കോടിയും റോഡ് സുരക്ഷയ്ക്കായി 4.3 കോടിയും സൗരോർജ്ജ പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി 1 കോടി രൂപയും കാർഷിക മേഖലയ്ക്കായി 3.5 കോടിയും സേവന മേഖലയ്ക്ക് 2.5 കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് 6.5 കോടി രൂപയും പട്ടികജാതി വികസനത്തിന് 1.7 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 50 കോടി രൂപ പ്രതീക്ഷിത വരവും 43.91 കോടി രൂപ പ്രതീക്ഷിത ചിലവും കഴിച്ച് 6.08 കോടി രൂപ വീതം മിച്ചം വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ കൈവരിക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ സമസ്ത മേഖലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത് PS, രശ്മി ഷിജോ, സുമേഷ് പാനാട്ടിൽ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു IS, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ TS, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഒരു മുഹൂർത്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയ കഴിഞ്ഞ ഭരണസമിതിയുടെ വലിയ വികസന നേട്ടങ്ങളൊക്കെ നേടിയതിന് പിന്നാലെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആണ് നമുക്കിവിടെ അടുത്ത വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം ജനകീയ ആസൂത്രണം എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം വലിയ മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്കു സമീപം ദേശീയപാതയിൽ ഓയിൽ പരന്നത് പരിഭ്രാന്തി പരത്തി. റോഡിലെ ഓയിൽ സാന്നിധ്യം മൂലം ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു. അപകടം ശ്രദ്ധയിൽപ്പെട്ട ടോൾ പ്ലാസ ജീവനക്കാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ അഗ്നിശമന സേന വെള്ളവും ലായനികളും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി. 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓയിൽ പൂർണ്ണമായും നീക്കം ചെയ്ത് പാത സുരക്ഷിതമാക്കിയത്. പുതുക്കാട് അഗ്നിശമന രക്ഷാ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. മുള്ളൻപന്നിയെ വെടിവെച്ച് പിടികൂടിയ യുവാവിനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. മരോട്ടിച്ചാൽ സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ അനീഷിനെയാണ് പൊട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KC പ്രജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മരോട്ടിച്ചാൽ കല്ല് നിരപ്പ് ഭാഗത്ത് പാറപ്പിള്ളിത്തറയിൽ സോമൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് 4 കിലോ മുള്ളൻപന്നി ഇറച്ചി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു. സോമന്റെ കൈവശമുള്ള കള്ളിയാക്കുന്നിലെ ഭൂമിയിൽ കെണിവെച്ച് സോമനും അനീഷും ചേർന്നാണ് മുള്ളൻപന്നിയെ പിടിച്ചത്. സോമനെതിരെയും വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ സിറ്റി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പരിധികളായി നടത്തിയ 37 റെയ്ഡുകളിൽ നിന്നും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 9 പ്രതികളെ അറസ്റ്റ് ചെയ്തു. നെടുമ്പുഴ സ്വദേശിയായ തയ്യിൽ വീട്ടിൽ ബിനീഷ് PM, കൈപ്പറമ്പ് സ്വദേശിയായ പുത്തൻപുരക്കൽ വീട്ടിൽ നിതിൻ രാജ്, മണ്ണുത്തി കാളത്തോട് സ്വദേശിയായ കൊറ്റവിള പുത്തൻ വീട്ടിൽ ഷബീർ, തൃശൂർ വാണിയമ്പാറ സ്വദേശിയായ കുന്നുംപുറത്ത് ബാബു, തൃശൂർ എടക്കഴിയൂർ സ്വദേശിയായ അഴിയത്ത് വീട്ടിൽ മുഹമ്മദ് മാലിക്, തൃശൂർ പോർക്കുളങ്ങോട് സ്വദേശിയായ പയ്യൂർ വീട്ടിൽ അമിത് ജോയ്, തൃശൂർ കൊണ്ടാഴി സ്വദേശിയായ താണിക്കൽ വീട്ടിൽ രാജീവ്, കോഴിക്കോട് അരുക്കുളം സ്വദേശിയായ ഉമ്മച്ചാമ്പുറത്ത് വീട്ടിൽ UM വൈഷ്ണവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകളും പാസ്ബുക്കും ചെക്ക് ബുക്കും കണ്ടെടുത്തു. പിടിയിലായ 2 പ്രതികളെ റിമാൻഡ് ചെയ്തു.
കലാഭവൻ മണിയുടെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാലക്കുടി നഗരസഭയും മണി അനുസ്മരണ സമിതിയും സംയുക്തമായി നടത്തുന്ന ചിരസ്മരണയ്ക്ക് തുടക്കമായി. ചേലത്തുനാട് മണിക്കൂടാരത്തിൽ കലാഭവൻ മണി അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദീപ് മണ്ഡപത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, ചെയർമാൻ KV പോൾ, LDF നേതാവ് ജിൽ ആന്റണി, സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ സന്തോഷ് കാല, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, സമിതി കൺവീനർ US അജയകുമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. കുനിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേനത്തുള്ള കലാഗൃഹത്തിൽ നടക്കുന്ന അനുസ്മരണം സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കലാഭവൻ സ്മാരക പാർക്കിൽ വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സംവിധായകൻ ലാൽ ജോസ് നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. മണ്ണുത്തിയിൽ നിന്നും 240 ഗ്രാം MDMA-യുമായി ഒരാൾ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പിടിയിൽ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കറുവട്ട സ്വദേശിയായ പറങ്കമൂട്ടിൽ തെക്കേതിൽ വീട്ടിൽ ശ്രീജിത്തിനെയാണ് തൃശൂർ സിറ്റി കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഷിബുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ KV വിജിത്തും സംഘവും ചേർന്ന് പ്രതിയെ പിടികൂടി MDMA പിടിച്ചെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് രാസലഹരി കടത്തി വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ചതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പിടികൂടിയ MDMA-ക്ക് അനധികൃത വിപണിയിൽ ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. പ്രതിക്കെതിരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നു. രാസലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. വെരിക്കോസ് വെയിനിന് ചികിത്സ നടത്തിയ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ സ്ഥാപനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകി. പുല്ലൂറ്റ് കോഴിക്കടയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്ററാണ് അടപ്പിച്ചത്. ഇവിടെ ചികിത്സ തേടിയ കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലാക്കാത്ത് വീട്ടിൽ രാമദാസിന്റെ ഇടതുകാൽ മുറിച്ചു മാറ്റിയിരുന്നു. രാമദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തു. തുടർന്നാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനം പൂട്ടിയത്. സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നഗരസഭ കത്തു നൽകിയിട്ടുണ്ട്. മസാജ് ചെയ്യാനും യോഗ പരിശീലിപ്പിക്കാനും ലൈസൻസുള്ള സ്ഥാപനത്തിലാണ് ചികിത്സ നടത്തിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വനിതാ ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ VR ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ NB ബിജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ സിറ്റി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പരിധികളായി നടത്തിയ 37 റെയ്ഡുകളിൽ നിന്നും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 9 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മണ്ണുത്തിയിൽ നിന്നും 240 ഗ്രാം MDMA-യുമായി ഒരാൾ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പിടിയിൽ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് 6/3/2026 വെള്ളിയാഴ്ച രാവിലെ 10:30 അവതരിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് വാഹനവും യൂണിഫോമും കൈമാറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.